ബൂത്ത് ബംഗ്ല ഡയറക്റ്റഡ് ബൈ പ്രിയദർശൻ ഇൻ കൊളാബറേഷൻ വിത്ത് അക്ഷയ് കുമാർ. ഇതിനകത്ത് തബു ഉണ്ട്, വാമിക ഗബ്ബി നമ്മുടെയൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഗോദ എന്നുള്ള സിനിമയിൽ വേറെ ലെവലിൽ അഭിനയിച്ച വാമിക ഗബ്ബി. അതുകൂടാതെ സ്ഥിരം പ്രിയദർശൻ്റെ ഹിന്ദി പടങ്ങളിൽ വരുന്ന ടീം മൊത്തം ഉണ്ട്. പരേഷ് രാവൽ, അങ്ങനെ എല്ലാവരും. എൻ്റെ പൊന്നോ, ഇതിൻ്റെ ട്രെയിലർ എന്താണെന്നാണ് വന്നിരിക്കുന്നത്. ടീസറാണെന്ന് തോന്നുന്നുണ്ട്. ടീസർ 1 മിനിറ്റും 23 സെക്കൻഡ്. ചില ഷോട്ടുകൾ അടിപൊളിയായിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്മേ തന്നെ എന്ന് പറഞ്ഞ പോലെ ഇവർ നമ്മുടെ മലയാളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതും കൊറിയന്നൊക്കെ എടുത്തുകൊണ്ട് പോയതായിട്ടുള്ള കുറേ സിനിമകളെല്ലാം കൂടി എടുത്ത് അരിഞ്ഞ് ഒരു സുജാത മിക്സിയിലിട്ട് അടിച്ചിരിക്കുന്ന ഒരു സാധനം, അതാണ് ഇതും. എന്തായാലും ഇതിനകത്ത് ഇപ്പം എനിക്കൊന്ന് മറ്റേ കിങ് കോങ്ങിൻ്റെ ഏതോ വാമ്പയർ പ്രേതം ഉണ്ടെന്നുകൊണ്ട്, കാരണം ദേഹം കിങ് കോങ്ങിൻ്റെയും കൈ ഡ്രാക്കുളയുടെയും പോലെ ഒക്കെ തോന്നുന്നുണ്ട്. ഇതെന്തോന്ന് സാധനമാണ് വരുന്നതെന്നൊക്കെ കണ്ടറിയേണ്ടി വരും. ഇവരാണ്ട് പലതും വരും. വലിയ വവ്വാല് വരെ വരും. ആദിപുരുഷിൽ നിങ്ങൾ കണ്ടാണ്, രാവണൻ വവ്വാല് വരെ ഓടിച്ചുകൊണ്ടൊക്കെ വരും. അതുകൊണ്ട് ബോളിവുഡാണ്, പറയാൻ പറ്റില്ല. ചാത്തൻ, മാട, മർദ എന്ത് വേണേലും വരും. അപ്പോൾ ബി പ്രിപ്പയർഡ് ഫോർ എനിത്തിങ്. കേപ്പ് ഓഫ് ഗുഡ് ഫിലിംസ്, ബാലാജി ടെലിഫിലിംസ്, ഡയറക്റ്റഡ് ബൈ പ്രിയദർശൻ, പ്രൊഡ്യൂസ്ഡ് ബൈ അക്ഷയ് കുമാർ, ശോഭ കപൂർ, ഏകത കപൂർ. അപ്പോൾ ലെജൻസിന് വേണ്ടിയുള്ളതും ചിലപ്പോൾ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. പിന്നെ പ്രിയദർശൻ അത്രത്തോളം അതപതിക്കാറില്ല. എന്തായാലും നോക്കട്ടെ. ശോഭ കപൂർ, ഏകത കപൂർ എന്നുള്ള പേര് കാണുമ്പോൾ കപൂർ ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് പൊതുവെ എനിക്ക് തോന്നാറുള്ളത്. എന്തായാലും ഇതങ്ങനെ ആവരുത് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ സിനിമാസ് 10 ഏപ്രിൽ 2026 ദൃശ്യം 3 ഇറങ്ങണ ദിവസം. അപ്പോൾ ഇതിനകത്ത് ലാലേട്ടൻ്റെ വല്ല ക്യാമിയോ ഉണ്ടാവുമോ? കാരണം ഇനി ലാലേട്ടൻ ക്യാമിയോ വെച്ച് കൊടുക്കാത്ത വേറെ സ്ഥലങ്ങളൊന്നുമില്ല. കൂട്ടുകാർ വിളിച്ചാലും നാട്ടുകാർ വിളിച്ചാലും വഴി കൂടെ പോകണമെന്ന് വിളിച്ചാലും ക്യാമിയോ ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ പുതിയൊരു പരിപാടി. അതുകൊണ്ട് ഇതിനകത്ത് ഇനിയിപ്പോൾ ഈ വരുന്ന പ്രേതം ലാലേട്ടനായിരിക്കുമോ? കണ്ടറിയേണ്ടി വരും. എന്തായാലും കുറേ വവ്വാൽ ഇവിടെ ഉണ്ട്, പിന്നെ കുറേ മരങ്ങൾ, പിന്നെ ഈ ഒരു ടീസർ എടുത്ത് നോക്കണമെങ്കിൽ ടീസറിൽ ഞാൻ പറയാം ചില സാധനങ്ങൾ കൊള്ളാം. കോമഡി, ഹൊറർ കോമഡിയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് കണ്ടിട്ട് ട്രാജഡി ആയിട്ടാണ് പലതും തോന്നുന്നത്. പിന്നെ ഇവിടെ വാമികനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആരാണ് കോസ്റ്റ്യൂം ചെയ്തേക്കണെന്ന് അറിയില്ല, പണി അറിയാവുന്ന ആളാണ്. എന്തായാലും നല്ല ഭംഗിയിൽ വാമിക്കാൻ്റെ ഡ്രസ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തബു, എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ട തബു, കോളേജിൽ പഠിക്കുമ്പോൾ കണ്ട തബു, ഇപ്പം കല്യാണം കഴിഞ്ഞ് 10 വർഷം തയ്ക്കുമ്പോൾ കാണുന്ന തബു ഏകദേശം ഒരുപോലെ ഇരിക്കണം. പുള്ളിക്കാരി വാമ്പയർ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇവിടെ ഏജ് ചെയ്യാനുള്ള പുള്ളിക്കാരി എനിക്ക് ഏജ് ചെയ്യുന്നതായിട്ട് തോന്നണേ ഇല്ല. അതേ തബു അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇവിടെ ഇങ്ങനെ തന്നെയല്ലേ തബു മറ്റേ കാലപ്പനി ഇരുന്നേച്ചത്. വാമിക ഗബ്ബി, രാജ്പാൽ യാദവ്, മിഥില പാർക്കർ ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ ആ കാരവാൻ എന്നുള്ള സിനിമ ഉണ്ടായിരുന്നില്ല, ഇർഫാൻ ഖാനും ദുൽഖറിൻ്റെ കൂടെ അഭിനയിച്ച പുള്ളിക്കാരി. ജിഷു സെൻഗുപ്ത അയാൾ അവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. രാജേഷ് ശർമ്മ, എല്ലാം ഉണ്ട്. ആൻഡ് ദ ലേറ്റ് അസ്രാണി പാസ്ഡ് അവേ. ഓക്കെ, പുള്ളിയുടെ ലാസ്റ്റ് പടം ഏപ്രിൽ 10. ഇത് മറ്റേ സാധനം തന്നിടെ, ഇത് ബൂൽബുലയ്ക്ക് നമ്മുടെ മറ്റേ പടത്തിൻ്റെ പേരെന്തുവാണ്, ഇങ്ങനെ കുറേ പടം ഉണ്ടല്ലോ. ഇത് ഈ ബൂൽബുലയ്ക്ക് മറ്റേതിലുണ്ടായ ഒരു കുരിപ്പ് വിത്ത്, അങ്ങനെ വേണം പറയാൻ. എന്തായാലും ഇത്തവണ അക്ഷയ് കുമാർ തിരിച്ചു വന്ന് നന്നായി. കാരണം മറ്റവനുണ്ടല്ലോ, അവൻ്റെ പേരെന്നോ കാർത്തികാര്യനെ കൊണ്ടല്ലേ ഉറപ്പിക്കൽ കാണേണ്ടി വരില്ല. എന്തായാലും രാജ്പാൽ യാദവ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. സർപ്രൈസസാണ്, അപ്പോൾ ട്വിസ്റ്റ് ഉണ്ടാവും. മേക്കപ്പൊക്കെ അത്യാവശ്യം ഡീസൻ്റായിട്ടൊക്കെ തന്നെ തോന്നുന്നുണ്ട്. എന്തായാലും റോസ്റ്റർ ചാച്ചു, നമ്മുടെ റീലോഡ് റോസ്റ്റ്, ഫിലിമി ഷെയ്ക്ക്, ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചാകര വരുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ എവിടെയൊക്കെയോ എനിക്ക് രാജാസാബ് മണക്കുന്നുണ്ട്. എന്തായാലും രാജാസാബിൻ്റെ അത്രയും ഒരു മുതല ഡൈനോസർ പടമാവുമെന്ന് എനിക്ക് തോന്നാനുള്ള. എന്തായാലും അറ്റ്ലീസ്റ്റ് അക്ഷയ് കുമാർ സെറ്റിലേക്ക് വരാറുണ്ട് അഭിനയിക്കാനായിട്ട്. ഒരു വീട്ടിൽ നിന്ന് കട്ടൗട്ട് ഫോട്ടോ അയച്ചു കൊടുക്കുന്ന പരിപാടിയല്ല, വോയിസ് അയച്ചു കൊടുക്കുന്നതല്ല. മച്ചാൻ സെറ്റ് വരും എന്തായാലും.
അപ്പോൾ ഡൈനോസറിൻ്റെ അവസ്ഥ ആവുന്നു തോന്നണില്ല. എന്തായാലും സിനിമ വരട്ടെ, കണ്ടു നോക്കാം. എന്തായാലും രാവിലെ ദൃശ്യം കണ്ട് ഞെട്ടിയിട്ട് രാത്രി ഇത് കണ്ടിട്ട് കരയാമെന്നാണ് എനിക്ക് തോന്നണത്. എന്താണ് ടെക് ടീമിൽ ആരെങ്കിലും മലയാളികളൊക്കെ ഉണ്ടോ? ഈ പ്രിയദർശൻ ഈ ഹിന്ദി പടം പോയി ചെയ്യുമ്പോൾ ഗുണം കുറേ മലയാള നടിമാരും അതുപോലെ നമ്മുടെ മലയാള നടന്മാരും ടെക്നിക്കൽ ടീമിനൊക്കെ അവിടെ പോയി വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടും എന്നുള്ളതാണ്, നല്ല പൈസയും കിട്ടും എന്നുള്ളതാണ്. ആരാണ് ഇത്? അഭിലാഷ് നായർ, രോഹൻ ശങ്കർ, പ്രിയദർശൻ, സ്ക്രീൻ പ്ലേ അപ്പം മലയാളികളുണ്ട്. ഡയലോഗ്സ് റോഹൻ ശങ്കർ, മ്യൂസിക് ബൈ പ്രീതം. ഓക്കെ, ആസ് ഓൾവേസ് അത് നല്ലതായിരിക്കും. പ്രീതം അടിച്ചു മാറ്റിയിട്ടാണെങ്കിലും നല്ല കുറച്ച് പാട്ടുകൾ കൊണ്ടുവരും. ലിറിക്സ് യിതേന്ദ്ര മിശ്ര കുമാർ, കോ ഡയറക്ടർ അഭിലാഷ് നായർ. ഓഹോ, അപ്പോൾ പണിയെടുത്തിരിക്കുന്ന മൊത്തം അഭിലാഷ് നായരാണെന്ന് തോന്നുന്നു. എഡിറ്റർ അയ്യപ്പൻ നായർ. എല്ലാ നായന്മാർ മാത്രമേ ഉള്ളൂ. ലൈൻ പ്രൊഡ്യൂസർ സുരേഷ് ബാലാജി, ജോർജ് പയസ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ റോണി റാഫേൽ, ശ്രീ ശാരദി സുര്യോസ്, വിഷ്ണുവർദ്ധൻ. DI കളറിസ്റ്റ് വിഷ്ണുവർദ്ധൻ പണിയറാവുന്ന ആളാണ്. പിന്നെ VFX സൂപ്പർവൈസർ സിദ്ധാർത്ഥ പ്രിയദർശന, മകൻ തന്നെയുള്ള, അതായത് കല്യാണിയുടെ ചേട്ടൻ. നമ്മുടെ ഇതൊക്കെ മേടിച്ച മച്ചാനല്ലേ, നമ്മുടെ അറബിക്കടൽ കുഞ്ഞാലി മരക്കാരന് ബെസ്റ്റ് എഡിറ്റിംഗ് മേടിച്ച മച്ചാനല്ലേ ഇത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല, കമൻറ്റ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ടാണ്. പ്രൊഡക്ഷൻ ഡിസൈനർ സാബുർ സിൽ. അതെപ്പോഴും പ്രിയദർശൻ സാബു സീറിനെ കൊണ്ടാണ് ഏൽപ്പിക്കുന്നത്. ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള നല്ല സെറ്റ് വേണമെന്നുള്ളവർ എല്ലാവരും സാബു സീറിനെ കൊണ്ടാണ് ഏൽപ്പിക്കുന്നത്. ഡയറക്ഷൻ ഫോട്ടോഗ്രാഫി പോണി വർമ്മ, ഗണേഷ് ആചാര്യാണ്. ഈ തൊലിഞ്ഞ പരിപാടി യൂട്യൂബിൻ്റെ ഇത് ഐഡിയ വഴിയില്ലേ കുന്തം. ഓപ്പ് ഇത് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നൂടെ? ഡെസ്ക്ടോപ്പിലുണ്ട്, ഈ പണ്ടാരത്തിനകത്തില്ല. പിന്നെ വേറെ എന്താണ്, ഗ്രൂപ്പ് ഹെഡ്, പോസ്റ്റ് പ്രൊഡക്ഷൻ ഹെഡ്, പരിചയമുള്ള ആൾക്കാരൊന്നും വേറെ കാണുന്നില്ലല്ലോ. എന്താണ് ഇത് ആരും എടുക്കാഞ്ഞത്? അപ്പോൾ ലാലേട്ടൻ അതെന്താണ് മറ്റേ വവ്വാലായിട്ട് വരുമോ, അല്ലെങ്കിൽ ലാലേട്ടൻ ക്യാമിയോ അല്ലാണ്ട് വരുമോ, അതും അല്ലെങ്കിൽ ബാധ തളയ്ക്കാനുള്ള എന്താണ് ഡോക്ടർ സണ്ണിയായിട്ട് വരുമോ, അതൊക്കെ കണ്ടറിയേണ്ടി വരും. എനിവേസ് നല്ലൊരു സിനിമ ആകണം എന്ന് ആഗ്രഹമുണ്ട്. ആയിരങ്ങല്ലേ പറ്റുള്ളൂ. വരുന്ന സാധനം ഇതുപോലെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യോടെ. എന്തായാലും ചിരിക്കാനുള്ള വക ഉണ്ടായാൽ മതി. പെൺമാരുതൂർ നെറ്റ്ഫ്ലിക്സ് എടുത്തിട്ടുണ്ട് ഈ പടം. സീ സിനിമ ഇതെന്താ തമ്മിത്തല്ലാണ്. സീ സിനിമ, നെറ്റ്ഫ്ലിക്സ്, സീ മ്യൂസിക്. ഈ പണ്ടാരൊന്നും മാറ്റിത്തരാനുള്ള ഓപ്ഷൻ ചെയ്തു തരുമോ യൂട്യൂബ്? വെറും വെറുപ്പിക്കലാണിത്. സൗണ്ട് ഡിസൈൻ രാജകൃഷ്ണൻ, MR രാജകൃഷ്ണനാണോ സൗണ്ട്? അപ്പോൾ വേറെ ഒന്നുമില്ലെങ്കിൽ സൗണ്ട് ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ ശരി, ഇതൊക്കെയാണ് സാധനങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് എന്നെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് അറിയിക്കുക. അപ്പോൾ ശരി, ടാറ്റ.